ഹായ് എവ്രി വൺ. ഇന്ന് ക്യാമറിൻ ഗ്രൂപ്പിന് വളരെ വളരെ പ്രൗഡായ ഒരു മൊമെന്റ് ആണ്. ഞങ്ങളുടെ ഒരു യങ് സ്റ്റുഡൻറ്, ഒരു വൈബ്രന്റ് സ്റ്റുഡൻറ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു. ഹീസ് യങ്, അഗെയിൻ ഹീസ് വൈബ്രന്റ്, ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് ഹിം വിത്ത് us, and we are going to introduce you guys to Anas. So hi Anas, big congratulations to you on the startup. We are so proud and privileged to have you. So Anasനെ കുറിച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഞങ്ങളോട് പറയാമോ? Okay, first of all, thanks for giving an opportunity to be here. സാറിനെ അറിയാം, ആനസ് ഒക്കെ ലാസ്റ്റ് ഇയർ ബാച്ച് സ്റ്റുഡൻറ് ആൻഡ് ADM ആയിരുന്നു ഞാൻ അവിടുത്തെ കോഴ്സ്. പ്രൗഡ്ലി ഞാൻ പറയാം, കൂടുതൽ പഠിച്ചതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് നോർമലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നില്ല അവിടെ. അറ്റ് എ ടൈം ഏതൊരു മൊമെന്റിൽ ഏതൊരു മിനിറ്റിലും നമുക്ക് ട്യൂട്ടേഴ്സിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഹെൽപ്ഫുൾ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഏത് ടൈമിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആസ് എ ഫ്രണ്ട്ലി ട്യൂട്ടേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് എനിക്ക് എൻ്റെ കരിയറിലോട്ട് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ കറന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. So thanks for that introduction, Anas. Again, we are very happy to have you. So എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പ് അനസ് സ്മൂത്ത് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്നത്? എന്ത് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട്? ആക്ച്വലി എൻ്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കല്ല, ഞങ്ങൾ 3 പേരാണ്. ആ 3 പേരുടെ എഫേർട്ടാണ് എൻ്റെ സ്റ്റാർട്ടപ്പ്. എങ്ങനെ തുടങ്ങി, അതിപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനാണ് മെയിൻ റീസൺ, മെയിൻ കാര്യം, പോയിന്റ് അതിലാണുള്ളത്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരു ട്രിഗർ ആയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഔട്ട് ഓഫ് കിട്ടിയാൽ നമുക്ക് അതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് കറന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ഓൺ ഗോയിങ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ടീം തന്നെ നമുക്ക് വേണം. ആൻഡ് ഐ എം ഭയങ്കര താങ്ക്ഫുൾ ആണ് അതിൽ. കാരണം എനിക്ക് നല്ലൊരു ടീമിനാണ് എൻ്റെ കൂടെ ഉള്ളത്. ആ ഒരു ബലത്തിൽ തന്നെയാണ് എൻ്റെ കറന്റ് എൻ്റെ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നതും ഞാൻ ഓൺ ഗോയിങ് പോകാനുള്ളതും. സോ അനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ നിന്നാണ് ചെയ്തത്, ക്യാമറിൻ ഗ്രൂപ്പിൽ നിന്നാണ് ചെയ്തത്. ആൻഡ് റാദർ ദാൻ ഗോയിങ് ഇൻ ടു സ്ട്രേറ്റ് അപ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പകരം വൈ ഡിഡ് യു ചൂസ് ടു സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്തു നിങ്ങൾ, അല്ലേ? അപ്പൊ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തത്? പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ഹേർഡ്സ് ഫേസ് ചെയ്തപ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇവിടുന്നാണ് പ്ലേസ്ഡ് ആയത്. ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇവിടുത്തെ ടീച്ചേഴ്സിന്, ഇവിടുത്തെ ട്യൂട്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്ഫുള്ളോടെയാണ് ഞാൻ ഇവിടുന്ന് പ്ലേസ്ഡ് ആയത്. ആ ഒരു ഇത് ഞാനൊരു 6 മന്ത്സോളം ഞാനൊരു കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്ത ടൈമിൽ തന്നെ എനിക്കൊരു എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം നല്ല രീതിക്കുണ്ടായിരുന്നു. ബിക്കോസ് നമ്മള് ഒരു എന്റർപ്രണർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന നമുക്ക് ആ ഒരു ശബ്ദ് നമുക്ക് ആ ഒരു മൈൻഡായിരുന്നു എൻ്റെ എങ്ങനെയും ഒരു ഇതാവണം എന്നുള്ളത്. അത് ഞാൻ മൈൻഡിൽ കടന്നിങ്ങനെ കളിക്കുന്ന ടൈമിലാണ് ഞാൻ കമ്പനി ഇവിടുന്ന് പ്ലേസ്ഡ് ആവുന്നത്. ആൻഡ് പ്ലേസ്ഡ് ആയതിനു ശേഷം എനിക്ക് എൻ്റെ ടീംമേറ്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കൊളാബറേറ്റ് പോലെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടോപ്പിക് വന്ന് നമുക്ക് എന്തെങ്കിലും തുടങ്ങാം. സോ ആൻഡ് ആക്ച്വലി 3 പേരും ഒരേ ഫീൽഡാണ്. ആ ഫീൽഡ് വെച്ചിട്ട് നമുക്ക് ഇത് തന്നെ തുടങ്ങാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ സ്റ്റാർട്ടപ്പ്. എന്നാൽ സാറ് ചോദിച്ചതുപോലെ നല്ല രീതിക്കുള്ള ഭയങ്കര നല്ല ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റാർട്ടപ്പ് ആണ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഒരു കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡും കൂടിയാണ്. ആ ഒരു ഇത് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് ഏറ്റവും നല്ല രീതിക്കുള്ള ഹെൽപ്ഫുൾ എനിക്ക് കിട്ടിയത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതൊരു ടൈമിലും വിളിച്ച് നമുക്ക് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ഔട്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒപ്പം നിന്നിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ ഇപ്പൊ കറന്റ് ഓൺ ഗോയിങ്ങിലും ഇനി അങ്ങോട്ടും ഹെൽപ്ഫുൾ ആവുന്ന എനിക്ക് നല്ല രീതിക്ക് വിശ്വാസമുണ്ട്. കാരണം അത്രയും ഞാൻ ഇവിടുന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. ആൻഡ് അത് എനിക്ക് എൻ്റെ കരിയറിലോട്ടും എൻ്റെ സ്റ്റാർട്ടപ്പിലും എനിക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല രീതിക്ക് പറ്റിയിട്ടുണ്ട്. സോ അനസ് ഇവിടെ പഠിച്ചത് AIDM ആണ്, അല്ലേ? സോ വാട്ട് ഡു യു തിങ്ക്, ഹൗ ഇൻഫ്ലുവൻഷ്യൽ ഇസ് AI ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ? ആൻഡ് ഡു യു തിങ്ക് ദർ ആർ എനി ഹേർഡിൽസ് ഡ്യൂ ടു AI, അല്ലെങ്കിൽ ഇത്രയും കൂടി ഈസി ആയോ കാര്യങ്ങൾക്ക് അനസ്? ആൻഡ് AI ടൂൾസ് ഇവിടുന്നാണ് കൂടുതൽ ടൂൾസ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ നോർമലി AI ടൂൾസ് എൻ്റെ മൈൻഡിലുണ്ടാകുന്നത് ChatGPT, എന്തിനും ChatGPT. അതാണ് ഇപ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാധാരണ ഗൂഗിളിലായിരുന്നു നമ്മൾ സെർച്ച് ചെയ്തിരുന്നത്. ഇപ്പൊ നേരെ ഒക്കെ ChatGPTയോടാണ്. പക്ഷെ അതല്ല, ആക്ച്വൽ AI ടൂൾസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, അത് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ്. ആൻഡ് അതൊക്കെ എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനീസ് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ല ബെനിഫിറ്റ്സ് കിട്ടിയിട്ടും. സോ അനസ്, മിക്കവർക്കും ഇന്ന് AIDM അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റ് ഇടുക, കുറെ ലൈക്സ് വാങ്ങിച്ചെടുക്കുക, അതൊക്കെയാണ് ഒരു ഐഡിയ ഇന്നത്തെ ആൾക്കാർക്ക്. വാട്ട് ഡു യു തിങ്ക് അനസ്, എന്താണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ആക്ച്വലി അത്
സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എല്ലാവരുടെ വിചാരം, സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ വിചാരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടുക, റീൽ ഇടുക, അതിന് കുറെ ലൈക്ക് വാങ്ങി ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയി ഇത്രേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എനിക്കൊരു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് വർക്ക് ഉണ്ട്. അത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുണ്ടായിരുന്നു. ആളടുത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ വർക്ക് നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്തു തരാം, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നപ്പോൾ അവർ ജസ്റ്റ് എടുത്ത വഴിക്ക് ചോദിച്ചത്, അതിപ്പോ എന്താ കുറച്ച് പോസ്റ്റ് ഇട്ടാൽ മതി, കുറച്ച് റീലല്ലേ, ഹൈലൈറ്റ് വരെയാണ് കയറിക്കോ. ഇതാണ് ആൾക്കാരുടെ പൊതുവെയുള്ള ധാരണ. അപ്പോ അത് ഞാന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് അവർക്ക് എന്താണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളത് മനസ്സിലായി എടുത്തത്. അതായത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് ഇതൊക്കെയാണെന്ന് അവർക്ക് ഇതൊക്കെ ഉണ്ടില്ലേ ആ ഒരു തോട്ട് അവർക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, നമ്മൾ നോർമലി പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റീൽ ഇട്ടിട്ട് അത് ലൈക്ക് കയറ്റുന്നതോ അല്ല നമ്മുടെ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ തന്നെ പല ഫേസസ് ഉണ്ട്, പല പല മെത്തേഡുകളുണ്ട്. അതിൽ നമ്മൾ മാക്സിമം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മെറ്റ ആഡ്, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെയാണ് SEO, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇത് എന്താണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോഴും ആൾക്കാരുടെ വിചാരം ആക്ച്വലി ജസ്റ്റ് ഒരു പോസ്റ്റ്, ജസ്റ്റ് റീൽ ആൻഡ് ലൈക്സ്, ഇത്രേ ഉള്ളൂ ആൾക്കാരുടെ വിചാരം. ആക്ച്വലി അതല്ല. അനസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട്. പലരും ഓൺടർപ്രണേഴ്സ് ആവണം, പലർക്കും സ്റ്റാർട്ടപ്സ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ ആസ് എ യങ് ഓൺടർപ്രണർ എന്താണ് അനസിന് ഒരു ഗൈഡ് ലൈൻസ് അവർക്ക് കൊടുക്കാൻ പറ്റുക അനസിന്റെ സൈഡിൽ? ഈ 2024 to 2025 ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒന്നാമത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്. എവിടെയും സ്റ്റാർട്ടപ്പാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എവിടെയും സ്റ്റാർട്ടപ്പ്. വെറും സ്റ്റാർട്ടപ്പ് എന്നുള്ള മൈന ജസ്റ്റ് അവരുടെ ഡെയിലി വ്ലോഗ്സ് പോലെ അവരുടെ സ്റ്റാർട്ടപ്പിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് അവരങ്ങനെ എന്റർപ്രണേഴ്സ് ആയി വന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അവർ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരിലേക്ക് ഇട്ടിട്ട് അങ്ങനെ എല്ലാ ആൾക്കും സ്റ്റാർട്ടപ്സ് ആണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഒരു വിഷൻ ആദ്യം വേണം. നമ്മൾ എത്ര സ്ട്രഗിൾസ് ഉണ്ടാവും, ഞാൻ നല്ല സ്ട്രഗിൾസ് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ക്ലയന്റിനെ കിട്ടി ആ ഒരു ക്ലയന്റിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ട് ഒരു ഓൺഗോയിങ് ആയിട്ട് ഒപ്പം കൊണ്ടുപോകുന്നത് നല്ല റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ക്ലയന്റിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഡൗൺ ആവാൻ പാടില്ല. അത് നമ്മൾ ഓവർകം ചെയ്ത് അതിന്ന് നമ്മൾ ഓരോന്നും പഠിച്ചെടുത്ത് എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരിക്കലും ഓരോരുത്തർ ജസ്റ്റ് തുടങ്ങുന്നു, ഓരോ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ തുടങ്ങാം. കാരണം എല്ലാവർക്കും ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു ട്രെൻഡ് എല്ലാവരും ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തുടങ്ങരുത് എന്ന് എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാരോട് പറയാനുള്ളൂ. ഒരു വിഷന് വെച്ചിട്ട് അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക, ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെ ഇപ്പൊ സ്റ്റാർട്ടപ്പിന്റെ ഇപ്പൊ നമ്മുടെ ഇവിടെ കൊച്ചിയിലുണ്ട് സ്റ്റാർട്ടപ്പിന്റെ അതുപോലെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്, ഇവിടെയൊക്കെ സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ ഒക്കെ ഒരു പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അവരെ പോയിട്ട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യും. സോ നമ്മളിപ്പോൾ അനസിന്റെ സ്റ്റോറി കേട്ടു. ഇറ്റ് വാസ് ഇൻസ്പയറിംഗ്, മോട്ടിവേഷണൽ. ഐ തിങ്ക് ഇത് ഞങ്ങളുടെ സ്റ്റുഡൻസ് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ്, എസ്പെഷ്യലി യങ്ങർ ജനറേഷൻ. സോ പല പല ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പല പല പോയിന്റേഴ്സ് കിട്ടിയിട്ടുണ്ട്, പല ഗൈഡ് ലൈൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു യങ് ഓൺടർപ്രണർഷിപ്പ് ഉണ്ടായി എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് അവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. So Anas, thank you for coming. It was a privilege to host you, and I hope your family, your friends, and you yourself, your entrepreneurship level at that day. And I hope again youngsters may help you and like all right. Okay, thanks from Cameron Group. Have a great time. Once again, thank you for calling for an interview at Cameron Vlogs, and thank you Jelisa for interviewing. It's a wonderful interview actually. കാരണം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് 4 മാസം, കറക്റ്റ് 4 മാസം, ഒക്ടോബർ 16 4 മാസമാണ്. ഈ 4 മാസത്തിനുള്ളിൽ ഇതുപോലൊരു ഇന്റർവ്യൂ കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു.